ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടേതാണ്. ചിക്കൻ ഫ്രൈ നമ്മൾ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമായിട്ട് നമുക്കൊരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ എല്ലാവരും ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 10 മുതൽ 12 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ, അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പച്ചമുളകാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അവസാനമായി 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇത് മാറ്റിവെക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നമുക്ക് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ നന്നായി ഉള്ളിലോട്ട് പിടിച്ചു കിട്ടാനാണ് ഇങ്ങനെ നമ്മൾ വരഞ്ഞെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ചെറിയൊരു ബൈൻഡിങ് കിട്ടാനായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായി 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര് കൂടെ ചേർക്കാം. ഇനി ഇത് കൈവച്ച് നന്നായി കുഴച്ചൊന്ന് യോജിപ്പിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച് നെക്സ്റ്റ് ഡേ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടായ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി വെട്ടിത്തിളക്കുന്ന എണ്ണയിലേക്ക് വേണം ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ അത് സ്പൂൺ വെച്ച് ഇളക്കാനൊന്നും പാടില്ല. അതിൻ്റെ മസാലയൊക്കെ എണ്ണയിലേക്ക് ഇളകിപ്പോകും. 2-3 മിനിറ്റ് കൈതൊടാതെ വെച്ച ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ പുറംവശം പെട്ടെന്ന് മൊരിഞ്ഞ് ഉൾവശം കുക്കാകാതെ വരും. അവസാനമായി ഒരു ഫ്ലേവറിനും പിന്നെ ഒരു ഭംഗിക്കും വേണ്ടി കുറച്ച് പച്ചമുളകും കുറച്ചധികം കറിവേപ്പിലയും ഇങ്ങനെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതധികം കളർ മാറാനൊന്നും നിൽക്കേണ്ട. ചിക്കൻ പീസസ് എല്ലാം ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ പുറംവശം നല്ല മൊരിഞ്ഞും ഉൾവശം നല്ല സോഫ്റ്റും ജ്യൂസിയുമായ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.